ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൽ 23-ാം വാക്യം മുതൽ മോശയോട് ദൈവം പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റ് ചെയ്താൽ, അബദ്ധവശാൽ സഭ വല്ലതും ചെയ്തു പോയാൽ, സഭയെല്ലാം കൂടി ഒരു കാളക്കിടാവിനെ ഹോമയാഗമായിട്ടും ഒരു കോലാട്ടുകൊറ്റനെ പാപയാഗമായും അർപ്പിക്കണം. അത് അതിൻ്റെ ഭോജനയാഗത്തോടും പാനീയാഗത്തോടും കൂടെ തന്നെ ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്ത് സഭയുടെ പാപത്തിന് പ്രായശ്ചിത്തമുണ്ടാകണം. ഈ തെറ്റ് സഭയൊക്കെ ചെയ്തതാണ്, എല്ലാവരും ചെയ്തു, അതുകൊണ്ട് സാരമില്ല എന്ന് ദൈവം വയ്ക്കുന്നില്ല. പലപ്പോഴും ആളുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാനും ചെയ്തു, അതിൽ വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കും. പക്ഷേ ഇവിടെ ദൈവം പറയുന്നത്, സഭയൊക്കെയും തെറ്റ് ചെയ്താലും അതൊരു പാപമാണ്, ആ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. ഇനി ഒരാളാണ് ചെയ്യുന്നതെങ്കിലോ, അതിനും പ്രതിവിധി ഇത് തന്നെ. അയാൾ പ്രായശ്ചിത്തമായി ഒരു യാഗം കഴിക്കണം. അങ്ങനെ പ്രായശ്ചിത്തം കഴിച്ചാൽ അയാളോട് ക്ഷമിക്കപ്പെടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാപമെല്ലാം അബദ്ധവശാൽ ചെയ്തതാണ് എന്നതാണ്. അബദ്ധവശാൽ ചെയ്ത പാപം ഒരുപക്ഷെ ഉടനെ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. എന്നാൽ ആ കാര്യം മനസ്സിലാക്കിയ ഉടനെ സാരമില്ല, കുറേ നാൾ കഴിഞ്ഞില്ലേ, ദൈവം മറന്നു കാണും എന്ന് ചിന്തിക്കാൻ പാടില്ല. അതിനൊരു പ്രായശ്ചിത്തം ചെയ്തേ മതിയാവൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാം. എല്ലാവരും പാപം ചെയ്താലും ദൈവം ആ പാപത്തെ കണക്കിടും. വളരെ നാളുകൾ മുമ്പ് ചെയ്ത ഒരു തെറ്റ്, അത് നാം അറിയാതെ ഇരുന്നു, പിന്നീട് നമ്മൾ അറിഞ്ഞാൽ അതും പാപമാണ്. അതിനെയും ദൈവം പാപമായി തന്നെ കണക്കാക്കുന്നു. അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അറിഞ്ഞ് ചെയ്തതോ അറിയാതെ ചെയ്തതോ ആയ പാപങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആദ്യം അറിയാതെ ചെയ്ത പാപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം പാപത്തെ വളരെ ഗൗരവമായി കാണുന്നു എന്നതാണ്. പാപത്തെ ദൈവം ഗൗരവമായി കാണുന്നുവോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. അവർ പറയുന്നത്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ പാപം ക്ഷമിക്കാനല്ലേ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനല്ലേ, തൻ്റെ അടുക്കൽ വന്നാൽ തന്നിൽ വിശ്വസിച്ചാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ലേ, ദൈവം ദയാലുവല്ലേ. ഇതൊക്കെ ശരിയാണ്. പക്ഷേ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്? താൻ മരിക്കാനാണ് ഈ ഭൂമിയിൽ വന്നത്. കാൽവറി ക്രൂശിൽ തൻ്റെ മരണം ഒന്ന് നോക്കുക. എത്ര വേദനാജനകമായ, ഭീകരമായ ഒരു മരണമായിരുന്നു അത്. ദൈവം എന്തുകൊണ്ടാണ് അത് അനുവദിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള തൻ്റെ പുത്രനെ അതിഭയങ്കരമായ ക്രൂശ് മരണം എന്ന യാതനയിലൂടെ കടത്തിവിടാൻ ദൈവം അനുവദിച്ചത് പാപം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ളൊരു കാര്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നു, കുറേ നാൾ മുമ്പ് ചെയ്തതാണ് എന്നതൊന്നും അതിനൊരു ഒഴിവ് കഴിവല്ല. പാപത്തെ ദൈവം ഗുരുതരമായി കാണുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്തല്ല നടുങ്ങേണ്ടത്, മറിച്ച് ദൈവം പാപത്തെ എങ്ങനെ കാണുന്നു എന്നോർത്ത് നാം നടുങ്ങണം. അതായിരിക്കണം പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം. അല്ലെങ്കിൽ അത് വലിയ അപകടം വരുത്തും എന്ന കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അറിയാതെ പാപം ചെയ്ത ആളുകളെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. എന്നാൽ യഹോവയുടെ വചനം ധിക്കരിച്ച് അവൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്യുന്നവനെ നിർമൂലമാക്കി കളയണം എന്നും ഇവിടെ പറയുന്നു. 30-ാം വാക്യത്തിൽ, സ്വദേശികളിലോ പരദേശികളിലോ ആരെങ്കിലും കരുതിക്കൂട്ടിക്കൊണ്ട് ചെയ്താൽ അവൻ യഹോവയെ ദുഷിക്കുന്നു, അവനെ അവൻ്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം. അബദ്ധവശാലാണെങ്കിലും കരുതിക്കൂട്ടിയാണെങ്കിലും
അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും ഇസ്രയേൽക്കാരനും ഒരേ നിയമമാണ്. ഇത് ഈ അധ്യായത്തിൽ പല പ്രാവശ്യം നാം വായിക്കുന്നുണ്ട്. യാഗം കഴിക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്യുമ്പോഴും പാപത്തിന് വേണ്ടിയുള്ള പ്രായശ്ചിത്തം ചെയ്യുമ്പോഴുമൊക്കെ രണ്ടു കൂട്ടർക്കും ഒരേ നിയമമാണ്. അതിൽ ദൈവവചനം പറയുന്നത് പാപത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല എന്നാണ്. പാപ സ്വഭാവം ഇസ്രയേൽ മക്കൾക്കും ജാതികൾക്കും ഒരുപോലെയാണ്. എല്ലാവരും ആദാമിൻ്റെ മക്കളാണ്. എല്ലാവരുടെയും മേൽ പാപം വാഴുകയാണ്. പാപം എന്നതൊരു സാർവലൗകിക യൂണിവേഴ്സൽ പ്രശ്നമാണ്. അതിൽ ഇസ്രയേൽക്കാരനെന്നോ പരദേശിയെന്നോ ഉള്ള വ്യത്യാസമില്ല. അറിയാതെ പാപം ചെയ്ത് അത് അയാൾക്ക് വെളിപ്പെട്ടാൽ അതിനുവേണ്ടി അവർക്ക് പ്രായശ്ചിത്തം ചെയ്യാം. എന്നാൽ ഒരാൾ മനഃപൂർവമായി പാപം ചെയ്തു എന്നിരിക്കട്ടെ, അയാൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി ഒരു യാഗവുമില്ല. അവനെ നിർമൂലമാക്കി കളയണം. അവൻ്റെ അകൃത്യം അവൻ്റെ മേലിരിക്കും എന്നാണ് ദൈവം പറയുന്നത്. പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനുള്ള വഴികളെല്ലാം പറഞ്ഞതിന് ശേഷം ദൈവം പറയുന്നു, ഇതൊക്കെ അറിയാതെ പാപം ചെയ്തവർക്കുള്ളതാണ്, മനഃപൂർവ്വമല്ലാതെ പാപം ചെയ്തവർക്കുള്ളതാണ്. മനഃപൂർവ്വം പാപം ചെയ്യുന്നവർ അവർ ശിക്ഷ അനുഭവിച്ചേ തീരും. ഇത് വളരെ കഠിനമാണ് എന്ന് അക്കാലത്തുണ്ടായിരുന്നവർക്ക് തന്നെ തോന്നി. അതിൻ്റെ തെളിവാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. നമ്മളതിങ്ങനെയാണ് കാണുന്നത്. അവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അവൻ ശബത്ത് ദിവസം വിറക് പെറുക്കാൻ പോയി. നമുക്കറിയാം, വിറക് പെറുക്കുക എന്ന് പറയുന്നത് വലിയ ജോലിയൊന്നുമല്ല. മാത്രമല്ല, ഈ കൽപ്പനയൊക്കെ കൊടുത്തിട്ട് അധികം നാളായിട്ടില്ല. ആളുകൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ സമയത്ത് ഒരുത്തൻ വിറക് പെറുക്കുന്നത് ഇവർ കണ്ടു. അവർ അവനെ പിടിച്ചു എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവർ അവനെ തടവിലാക്കി. എന്നിട്ട് മോശ യഹോവയോട് ചോദിച്ചു. അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞത്, ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കണം. സർവ്വസഭയും പാളയത്തിന് പുറത്തു വെച്ച് അവനെ കല്ലെറിയണമെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവനെ കല്ലെറിഞ്ഞു കൊന്നു. ഇവിടെ നോക്കുക, ഒരു വ്യക്തി മനഃപൂർവ്വം ഒരു പാപം ചെയ്തു. നമ്മുടെ ദൃഷ്ടിയിൽ അതൊരു വലിയ തെറ്റേ അല്ല. ഒരു ശനിയാഴ്ച ദിവസം വിറക് പെറുക്കി എന്നുള്ളതാണ് ഇത്ര വലിയ തെറ്റ്. പക്ഷെ ദൈവം പറയുന്നത്, അവൻ എൻ്റെ കൽപ്പനയെ മറുതരിച്ചു, മനഃപൂർവ്വമായി കൽപ്പന ലംഘിച്ചു. അതിൻ്റെ ശിക്ഷ മരണമാണ്. അങ്ങനെ ഇസ്രായേൽ മക്കൾ അത് ചെയ്തു. നമ്മളിവിടെ കാണുന്നത് തീഷ്ണതയുള്ള ഒരു ദൈവത്തെയാണ്. ഇതുകൊണ്ടാണ് ദൈവം ഇതിനു മുമ്പ് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ നിങ്ങളുടെ കൂടെ പോരുന്നില്ല, ഞാൻ ഒരു ദൂതനെ അയക്കാം. ദൂതൻ ഞാൻ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരും. ഞാൻ വരുന്നില്ല. പക്ഷെ ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുന്നുവെങ്കിൽ കാര്യങ്ങൾ അല്പം കൂടെ ഗൗരവമുള്ളതാണ്. ഇവിടെ വിറക് പെറുക്കിയ ആളെ കല്ലെറിഞ്ഞു കൊന്നു. അതിനുശേഷം ആ അധ്യായത്തിൽ ചില റിമൈൻഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ജ്ഞാപകങ്ങൾ. ചില കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കണം. 39-ാം വാക്യത്തിൽ, നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. വസ്ത്രത്തിൻ്റെ വിളുമ്പ് അത് കെട്ടുക, ഒരു പ്രത്യേക നൂലുകൊണ്ട് അത് കെട്ടുക. നമ്മൾ പണ്ട് തോർത്തൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ സൈഡ് കെട്ടും, അല്ലെങ്കിൽ സൈഡ് നമ്മൾ തയ്ക്കും. വസ്ത്രം നശിച്ചു പോകാതിരിക്കാനാണ്. ഇവിടെ അതുപോലെ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ആ ചെയ്യുന്നതിന് ഒരു ആത്മീകമായ ഉദ്ദേശം കൂടിയുണ്ട്. അതിതാണ്, ഈ നീല നിറം കാണുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഓർക്കണം. അതെന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. ഒന്നാമത്, നിങ്ങൾ തോന്നിയതുപോലെ ജീവിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നത്, നമ്മുടെ കണ്ണിന് കാണുന്നത് ഒക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ തലമുറയിലുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ ദൈവം തൻ്റെ മക്കളോട് പറയുന്നത്, സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിന്. നമുക്ക് തോന്നിയതെല്ലാം ചെയ്യാൻ പാടില്ല. നമ്മുടെ കണ്ണിന് കാണുന്നതെല്ലാം നമുക്ക് സ്വന്തമാക്കണം, അത് ചെയ്യണം, അത് പാടില്ല. കാരണം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരാണത്. നമുക്ക് തോന്നിയതല്ല ചെയ്യേണ്ടത്, ദൈവം നമ്മോട് പറഞ്ഞതാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ ആ വസ്ത്രത്തിൻ്റെ അഗ്രത്തിലുള്ള പൊടിപ്പ് ഈ കാര്യം നമ്മെ ഓർമ്മിപ്പിക്കണം. പിന്നെ നാം ദൈവത്തിൻ്റെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിച്ച് വിശുദ്ധരായി ജീവിക്കേണ്ടതിനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കണം. അതായത് ഈ കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല,
നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്ന കാര്യം നമ്മെ ഓർമ്മിപ്പിക്കാൻ ഈ കാര്യങ്ങൾ സഹായിക്കും. നമ്മുടെ ജീവിതത്തിലും ചില ജ്ഞാപകങ്ങളുള്ളത് നല്ലതാണ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിക്കേണ്ടവരാണ് എന്ന കാര്യം നമ്മൾ ഓർക്കും. അത് കാണുമ്പോൾ നമ്മൾ വിശുദ്ധ ജനമാണ് എന്ന കാര്യം നാം ഓർക്കും. മറന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ദൈവം ജ്ഞാപകങ്ങൾ തന്നിരിക്കുന്നത്. അതിലൊന്നാണ് കർത്തൃമേശ. കർത്തൃമേശയിൽ നാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മൾ ഓർക്കും. നമുക്ക് വേണ്ടി മരിച്ചവനോട് നന്ദിയുള്ളവനായി നാം ജീവിക്കണം എന്ന കാര്യം നാം ഓർക്കും. മാത്രമല്ല, നാം വേർപെട്ട ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്ന കാര്യവും നാം ഓർക്കും. ഈ ജ്ഞാപകങ്ങൾ നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം നമ്മൾ ആരാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.